ഇതിന്റെ കുറെ കട്ട് ചെയ്തോണ്ട് ഞാനിവക്കൊരു തിരി ഇരുന്നുള്ളൂ. ഞങ്ങള് പരസ്പരം മോട്ടീവാണ് എന്നാണ് എനിക്കായിരുന്നു. ഞാനും ഓടും ഒരേപോലെ വളർന്ന പോലെയാണ്. ഞാൻ ടെൻഷൻ അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല. ഞാൻ പിന്നെ കിടന്നുറങ്ങുമ്പോൾ മാത്രം അങ്ങനെ ഉമ്മനെ കാണുന്നല്ലാതെ ഞാൻ എന്റെ റൂമില് അങ്ങനെ. അവിടെ ഒരു ഹോസ്റ്റൽ സെറ്റപ്പിൽ തന്നെയാണ് അവളെ റൂം ഓള് മാത്രം. ഓരോട് പറഞ്ഞിട്ടെന്താ നമ്മളെന്നല്ല നമ്മള് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിന് ചിന്തിക്കുന്നല്ലാതെ ആരോട് അങ്ങനെ തുറന്നു പറയുന്ന ഒരു പേഴ്സൺ അല്ല. എൻട്രൻസ് ബോർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ്. കാരണം നമ്മൾ പറയും രണ്ടും ഒരേ സിലബസ് ആണെന്ന് പറഞ്ഞാലും പഠിക്കേണ്ട മെത്തേഡ് ഡിഫറെന്റ് ആണ്. ലോണ്ടറി മാനേജ് ചെയ്യാൻ, ഫുഡ് കുക്ക് ചെയ്യാൻ ആളുകളുണ്ട്, റൂം സ്വന്തമായിട്ടുണ്ട്, സ്വന്തമായി വാർഡൻ ഉണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ നമ്മളെ പ്രശ്നമല്ലല്ലോ. നമ്മൾക്ക് എങ്ങനെയാണോ സക്സസ്ഫുൾ ആവാൻ പറ്റുക അങ്ങനെ ആവാൻ നോക്കുക. ഇതിപ്പോ ഉമ്മാന്റെ ഇന്റർവ്യൂ ഉമ്മാന്റെ PSC തമ്മിൽ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു. എന്റെ പേര് നിഹാല. ഞാൻ വെള്ളോമ്പുറത്ത് നിന്നാണ് വരുന്നത്. 7th വരെ നാട്ടിലുള്ള സ്കൂളിൽ പഠിച്ച് പക്ക ഗവൺമെന്റ് അല്ല എയ്ഡഡ് മാനേജ്മെന്റ് അങ്ങനെ. പിന്നെ കൊട്ടുക്കര കൊണ്ടോട്ടി കൊട്ടുക്കര സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട്. നല്ല സ്കൂളാണ്. നല്ല സ്കൂളാണ്. ഞാനവിടെ പഠിച്ചു. അല്ല പൊതുവെ ടോക്ക് അങ്ങനെയാണല്ലോ, കൊട്ടുക്കര ഒന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടൂല എന്നാണ് പറയാ. അവിടെ ചേരാൻ ചെന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തൊക്കെ മാറിയിട്ടാണ് നമ്മള്. കാരണം കൊട്ടുകര കുറെ ഇങ്ങോട്ടേക്കാണ്, പഞ്ചായത്താണ്. അപ്പൊ അവിടെ അറവങ്കര സ്കൂളുണ്ട്. പിന്നെ അവിടെ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് എന്നുള്ള എങ്ങനെയുണ്ടായിരുന്നു പ്ലസ് ടു ടീച്ചേഴ്സ് ഒക്കെ? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സ് തന്നെ കുറെ പേര് ഉണ്ടാവും. എനിക്ക് ഹയർ സെക്കൻഡറി ഞാൻ 3 എക്സ്പെക്ട് ചെയ്ത് പോയതാണ്. ആ ഒരു 8th മാത്രം മര്യാദക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കൊറോണ വന്ന് പിന്നെ 9th ഇല്ല. കുട്ടികളുടെ സ്കൂളിൽ ഇത്ര വർഷം പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, 2 വർഷം കൊറോണ ആയിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറി ആണ് കാര്യമായിട്ട്. ഹയർ സെക്കൻഡറിയുടെ ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ ആയിരുന്നു. മുജീബ് സാർ സോളജിന്റെ. പിന്നെ ഞങ്ങൾക്ക് ബഷീർ സാർ ആയിരുന്നു സോളജി. പുതിയ സാറായിരിക്കുന്നു. പിന്നെ അല്ല അത് സാർ റിട്ടയർഡ് ആയി. ബഷീർ സാർ ഞാൻ കുറെ മുന്നേ പഠിച്ചതാ, ഇപ്പൊ അടുത്തൊന്നല്ല. ബയോളജി എടുക്കുന്ന സാറല്ലേ ഞങ്ങളെ ഭാഗത്താണ്. പിന്നെ കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി അത് പുതിയ സാറായി ഷബാബ് സാർ എന്ന് പറയും. പിന്നെ പ്ലസ് 2 മുഹമ്മദ് അലി സാർ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അങ്ങനെയൊക്കെ പ്ലസ് 2 ഷെയർ ആയി. പ്ലസ് 2 സമയത്തൊക്കെ MCQ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ചെറിയ തോതിലൊക്കെ. അങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രാഷ് അല്ലേ, നമുക്ക് അത്രല്ലേ ടൈം ഉണ്ടാവുള്ളൂ. കൂടുതൽ തിയറിയിൽ. ക്രാഷിലാണോ അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ട് ഒരു ട്യൂഷനോ കോച്ചിങ്ങോ പോലെ പ്ലസ് 2 സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എൻട്രൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ജനുവരിയിലാണ്. അതുവരെ നമുക്ക് പബ്ലിക് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് തന്നെ. പ്ലസ് 2 ഒക്കെ മാർക്ക് കിട്ടി? പ്ലസ് 2 14 മാർക്കാണ് ടോട്ടൽ പോയത്. 1286. ഓ 1286. 14 മാർക്ക് ഏതിൽ പോയി? ഇംഗ്ലീഷില് സെക്കൻഡ് ഇയർ കുറച്ച് മാർക്ക് പോയി. അപ്പൊ ബാക്കിയൊക്കെ ഫുൾ മാർക്ക് ആയിരുന്നു? ഫിസിക്സ് ഒക്കെ ഫുൾ മാർക്ക്. ബയോളജി സബ്ജക്ട്സ് ഒക്കെ ഫുൾ മാർക്കാണ്. ഓക്കെ. അപ്പൊ അതിലെല്ലാം പ്ലസ് 2 പ്ലസ് 1 ഫുൾ മാർക്ക് തന്നെയാണ്. ഓ അതുകൊണ്ടാണ് 14 മാർക്ക് മാത്രമല്ല അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് എന്ന് മുതലേ ഡോക്ടർ ആവണം എന്നുള്ള ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. ഞാനാണ് എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഉപ്പന്റെ വീട്ടിലായാലും ഉമ്മന്റെ വീട്ടിലായാലും രണ്ടാളും മൂത്ത കുട്ടികളാണ്. അപ്പൊ ഞാനാണ് വലിയ കുട്ടി. ഏറ്റവും വലിയ കുട്ടി. അപ്പൊ നിങ്ങളെ പോകുന്ന എക്സ്പെക്ടേഷൻ അനുസരിച്ച് ബാക്കിയുള്ള ആ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മള് സാധാരണ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഇല്ല, ബിലോ ആവറേജ് ഫാമിലിയാണ് ആദ്യം. അങ്ങനെ ഡെവലപ്പ് ആയി അങ്ങനെ സാധാരണ പണിക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് ഫാമിലി. അനിയനാണെങ്കിലും ഓന് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ പണിക്കാണ്. അങ്ങനെ വീട്ടിലാരും ഇങ്ങനെ പ്രൊഫഷണലി അങ്ങനത്തെ ജോബൊന്നും ഇല്ല. പിന്നെ അതെ ഒന്നുമില്ല അങ്ങനല്ല. പിന്നെ ഇവള് 3ാം ക്ലാസ് മുതൽ ഇങ്ങനെ അന്നൊക്കെ നമ്മള് ടീച്ചേഴ്സ് എന്താവാനാണ് ഇതെന്ന് ചോദിക്കുമ്പോ ഇവള് ഡോക്ടർ അങ്ങനത്തെ ഒരു ഞങ്ങളോട് മാത്രല്ല എല്ലാവരോടും ഇങ്ങനെ അങ്ങനെ പറയും. നമ്മളെന്താ കോമൺ ടോക്ക് ആണല്ലോ ഇതാവണം എന്നുള്ള. ജസ്റ്റ് നമ്മളെ പ്ലാനിങ് അല്ല അന്ന്. പിന്നെ നമുക്ക് അതൊന്നും ഒരു പ്ലാൻ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനും അല്ല. ഞാനും ഒക്കെ ഇമ്മ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ 4th സ്റ്റാൻഡേർഡിലാവുമ്പോഴാണ് അമ്മ പിന്നെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ PSC കിട്ടി. അങ്ങനെ PSC കയറിയിട്ടുണ്ട്. എവിടെ? ഞാനവിടെ പൂക്കോട്ടൂർ സ്കൂൾ തന്നെയാണ്. ഏതാ സബ്ജക്റ്റ്? അറബിക്കാണ്. അറബിക്ക്. ഓ ഞാന് ഇവര് കുട്ടികൾ ഇവളെ പ്രഗ്നന്റ് ആയ സമയത്ത് ടീച്ചറായി PSC കയറി. അതൊന്നല്ല, അതൊക്കെ പിന്നെന്തോ പഠിച്ചോണ്ട് പ്ലാനിന്ന് പറയാം. അങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ ഫാമിലിയിലോ ഉള്ളൊരു കൾച്ചർ ആയിരിക്കണം. അപ്പോഴാണ് അത് ബാക്കിയുള്ളവർക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുക. വർക്ക് ചെയ്തെടുക്കാന്നുള്ളത് തന്നെയാണ്. 8-9 വർഷം ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് 2 കുട്ടികളായതിനു ശേഷം. പിന്നെ ഇവളാണ് മറ്റോളും കൂടെ നഴ്സറിയിലൊക്കെ ആയ സമയത്ത് ഞാൻ പിന്നെ പഠിക്കുമ്പോൾ ഇവളാണ് നോക്കിയതല്ലേ? ജാമ്യയിലായിരുന്നു. ജാമ്യ സലഫി ഉണ്ടല്ലോ പുള്ളിക്കാരി. അവിടെ ക്ലാസ്സിന് 4 ദിവസമൊക്കെ പോവും. അപ്പൊ അവരെ ഇതും കൂടി പഠിക്കണം.
പഠിക്കണം, കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി PG അതൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്തു പോന്നു. അതിന്റെ ഇടയിൽ ആ കൊറോണ വന്ന സമയത്ത് കുറച്ച് PSC നോക്കി, അങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് വരുന്നത്. സ്കൂൾ പറഞ്ഞിരുന്നല്ലോ, എവിടെ? കൊട്ടൂര് മുണ്ടിത്തോടി അവിടെ ഒരു LP സ്കൂളാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊന്നും ഇരുന്ന് പഠിക്കണത് തന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മള് വീട്ടില് വർക്ക് ചെയ്യല്ലോ, അതിന്റെ ഇടയില് ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ അങ്ങനെയൊക്കെ അവിടെ ഓണാക്കി വെക്കും. അങ്ങനെ പഠിച്ച ആളാണ്. എക്സ്പെക്ട് ചെയ്യണില്ല ഫസ്റ്റ് ചാൻസിൽ കിട്ടും. ഉമ്മന്റെ പഠനമാണോ നിനക്ക് പഠിക്കാൻ ഇൻസ്പിറേഷൻ ആയത്? എനിക്കറിയില്ല. ഞങ്ങള് പരസ്പരം മോട്ടീവാണ് എന്നാണ് എനിക്കായിരുന്നു. ഞാനും ഓള് ഒരേപോലെ വളർന്ന പോലെയാണ്. ഞാൻ 18ാമത്തെ വയസ്സിൽ ഇവള് 19ാമത്തെ വയസ്സിൽ മോളുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞു. പിന്നെ അന്നൊരു ഇതില്ല, അങ്ങനെ കുറെ വീട്ടിലിരുന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞുതരാനും ഇതേപോലെ ഇപ്പൊ നമുക്ക് SD ആയിട്ട് വിദൂര വിദ്യാഭ്യാസം അതിനെ കുറിച്ചൊന്നും അന്നൊരു ധാരണ തന്നെ ഇല്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്ത് ഡിഗ്രി ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്? അന്ന് ഡിഗ്രി ഇല്ല. നമ്മൾ പ്രിലിമിനറി എന്ന് പറഞ്ഞ അഫ്ദലുലമ ഈ അറബി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കോഴ്സിന്റെ സാധനങ്ങളെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഏതുവരെ പഠിച്ചു? PGU. ഇതിപ്പോ ഉമ്മാന്റെ ഇന്റർവ്യൂ ഉമ്മാന്റെ PSC തമിഴിൽ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു. നെറ്റിന് നോക്കാൻ ഞാൻ എന്നും പറയും, മടിയാണ്. പക്ഷേ അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ LP സ്കൂളിൽ നിന്ന് മാറി നമ്മൾ കോളേജിലേക്കുള്ള ടീച്ചറായി മാറാന്ന് പറയുന്നത് അല്ലേ? അവിടെ തന്നെ കോളേജസ് ഉണ്ടല്ലോ അല്ലേ? അതല്ല, താല്പര്യമില്ല. ചെറിയ കുട്ടികളാണ്. +2 വരെ ഞാൻ പഠിപ്പിച്ചതാ. ഇപ്പൊ പ്രൈവറ്റിലൊക്കെ മർക്കസിലായിരുന്നു 2.5 വർഷത്തോളം കൊണ്ടോട്ടി മർക്കസിലുണ്ടായിരുന്നു. അവിടുന്നാണ് എനിക്ക് PSC കിട്ടി ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ ഉള്ള ടീച്ചേഴ്സിന്റെ മക്കളൊക്കെ അവിടെ ഡോപ്പയില് ഇപ്പൊ ഓൾറെഡി മെഡിക്കൽ കോളേജ് സജസ്റ്റ് ചെയ്താണ് സജഷൻ. ഫസ്റ്റ് ടൈം ഞാൻ ഡോപ്പ സജസ്റ്റ് ചെയ്തതാ. അന്ന് ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് ഞാൻ കോളേജിന്റെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചറെ മോള് ഇവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലില്. അപ്പൊ അവരിങ്ങനെ പറയും, മോള് +2 കഴിഞ്ഞാൽ ഇനി ഇതാണ് നോക്കുന്നത് പറഞ്ഞപ്പോ ഡോപ്പ. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ +2 പഠിക്കണ ട്യൂഷൻ സെന്ററിന് എനിക്കൊരു റാങ്ക് നേടി കൊടുക്കണം, അതാണ് എന്റെ ഒരു അംബീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുടർന്ന ആളാണ്. അപ്പൊ ഒരു വർഷം അവിടെ വർഷത്തിന് അങ്ങനെ പോയി. പിന്നെ ലാസ്റ്റ് എക്സാം ആയപ്പോ ആകെ ബുദ്ധിമുട്ടായി. പ്രാക്ടീസ് കുറവുണ്ടായിരുന്നു. തിയറി അങ്ങനെ പോയി. ട്യൂഷനായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ? പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു +2 കൂടെ എന്നിട്ടും കുഴപ്പമില്ലാത്ത സ്കോർ ഉണ്ട്. 503 അത് മോശമാണോ? +2 കൂടെ 503. എനിക്ക് തോന്നുന്നത് ഏത് ഇയറിലാണ്? 2024. റിലേറ്റീവ്ലി എളുപ്പമുള്ള ഒരു എക്സാം ആണ്. 503 500 മേളിൽ മാർക്ക് അന്ന് വാങ്ങിച്ചു. അന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് കിട്ടിയിട്ടില്ല. +2 ക്രാഷ് എടുത്തിട്ടില്ല. +1 ക്രാഷ് മാത്രം വെച്ചിട്ടാണത്. അപ്പൊ അന്ന് നല്ല സ്കോറൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? 2025 എക്സാം എങ്ങനെ എഴുതിയിരുന്നത്? അത് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതി. നല്ല ടഫ്. നമ്മളെ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. 2024 വെച്ചിട്ടാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യാം. അങ്ങനെ അന്ന് വീട്ടിൽ തന്നെയാണ് പ്രിപ്പറേഷൻ? അല്ല, പക്ക റെസിഡൻഷ്യൽ ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒക്കെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ അടുത്തൊന്നും കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ്. അപ്പോ എന്തായാലും ആ ഒരു ടൈമിലാണ് ഡോപ്പനെ കാണുന്നത്. എന്തായാലും ഇനി ഡോപ്പ അടുത്തത് എന്തായാലും ഡോപ്പ അങ്ങനെയുള്ളത്. പിന്നെ അവര് കുറെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൈൻഡൊന്നും മാറിയില്ല. എനിക്ക് ഇവിടെ ചേരാനാണ് താല്പര്യം. പിന്നെ നമ്മളവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. ഓൺലൈനിന്റെ ക്ലാസ് എങ്ങനെ ഡോപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞത് എങ്ങനെയാ? ഞാൻ യൂട്യൂബ് വഴി അനൂപ് സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേ. പിന്നെ അഷ്റഫ് സാർ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ അങ്ങനെ ആദ്യം അഷ്റഫ് സാറ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറിന് തന്നെ ഭയങ്കര ഇതാണ്. അപ്പൊ അവിടുത്തെ ഡയറക്ടർ ഇങ്ങനെ പറയലുണ്ടായിരുന്നു അഷ്റഫ് സാർ. അല്ലാതെ പേഴ്സണലി അറിയില്ല. പിന്നെ അനൂപ് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഷിബ്ലി സാറ് ഓരൊക്കെ ടോക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇംപ്രസ് ആയിട്ട് കയറിയതാണ്. അപ്പൊ എന്റെ എക്സ്പെക്ടേഷന് മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ യൂട്യൂബിൽ കാണുന്നത് ആവണം എന്നില്ലല്ലോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടക്കുന്നത്. എങ്ങനെയാണോ മീൻസ് ബെസ്റ്റ് ആണ്. ക്ലാസ് ഒക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് ക്ലാസ് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ തൊട്ട് മുന്നുള്ള വർഷം ക്ലാസ് ഒക്കെ കേട്ടതല്ലേ? അപ്പൊ ഓൺലൈൻ ബാച്ച് ഇരിക്കുമ്പോൾ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? ഫിസിക്സിന് കുറച്ച് പ്രശ്നമായിരുന്നു. തിയറി ഞങ്ങൾക്ക് അവിടുന്ന് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിസിക്സ് ഇൻഡെപ്ത് തന്നെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് ലൈവ് സെഷന് മാത്രം ഇരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ആയിട്ടുള്ള സോൾവിങ് ക്വസ്റ്റ്യൻസിലൊക്കെ എഴുതിയിരിക്കും അല്ലേ? അങ്ങനെ ഫൈനലി അന്ന് ടോപ്പിലേക്ക് എത്തി ക്ലാസ് ഒക്കെ കണ്ടു കേട്ടു. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് 10ാം ക്ലാസ് മുതൽ ഇവിടെ പഠനം എങ്ങനെയുണ്ട്? ഞാൻ നമുക്ക് ഇവിടെ പഠനത്തിലേക്ക് കിടക്കാം. ഇതുവരെ കൊട്ടുകര ചേർത്തുമ്പോ നമുക്കുള്ളൊരിത് എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട് ഓൾറെഡി.
അപ്പൊ അങ്ങനെ അവിടെ ചേർത്തു. പിന്നെ ഇവളെ ഞാൻ എൻ്റെ 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നോക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഓളെ ദിക്ക ഇങ്ങനെ വിട്ടുകൊടുത്തൊക്കെ തന്നെയാണ്. പിന്നെ ഓളെ താല്പര്യമുണ്ട് ഫസ്റ്റ് പഠിക്കണം എന്നുള്ളൊരു. പിന്നെ നമ്മളെ ഫാമിലിത്തെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണോ എന്നറിയില്ല, ഒരു ടൈമൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പൊക്കെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഡയറക്റ്റായി പറഞ്ഞു കൊടുക്കാതെ ഇപ്പൊ അതിന്റെ പാസ്റ്റ് ചോദിച്ചാൽ പ്രസന്റ് അങ്ങനെ അങ്ങനെ. അപ്പൊ ഒരു ഇംഗ്ലീഷ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് തന്നെ അപ്പോഴും ഞാൻ ഇംഗ്ലീഷിനും കൂടി കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ച് ആ CBSE വർക്ക് ചെയ്തോണ്ട് എന്താ അറിയില്ല, ഫസ്റ്റ് മുതലേ അങ്ങനെ വന്നു. പിന്നെ ഓക്ക് എങ്ങനെ ഇത്രത്തോളം ഓള് ഇതായത് എങ്ങനെ എനിക്ക് അറിയില്ല. 10ാം ക്ലാസ്സിലോ പ്ലസ് ടുലൊക്കെ ബാച്ചിലൊക്കെ എത്ര സ്ഥാനം ഉണ്ടായിരുന്നു അന്നത്തെ പഠനത്തിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ? ഞാൻ സ്കൂൾ ടോപ്പർ അങ്ങനെ ഫസ്റ്റ് 5 പൊസിഷൻസിലാണ് അങ്ങനെ വരും. ഞാനിങ്ങനെ പൊതുവെ എക്സാമിന്റെ തലേന്ന് പഠിക്കുന്ന ആളാണ്, അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരാളൊന്നല്ല. അപ്പൊ എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ട് പക്ഷെ മാർക്ക് ഉണ്ടാകും. ഇപ്പൊ A+ ആണെങ്കിൽ A+ ഉണ്ടാകും എന്നല്ലാതെ അങ്ങനെ ടോപ്പ് സ്കോറർ അങ്ങനൊന്നും ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ അതും എൻട്രൻസ് പഠനമായിട്ട് ഇത് എല്ലാവർക്കും അറിയാം. ഒരു ബോർഡ് എക്സാമിന് എങ്ങനെ മാർക്ക് വാങ്ങിക്കണം, എന്ത് ചെയ്താൽ മാർക്ക് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ എക്സ്പെക്ടേഷൻസ് കൊണ്ട് ഈ എന്താ പറയാ എൻട്രൻസ് എക്സാമിന് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താ? എൻട്രൻസ് ബോർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ്. കാരണം നമ്മൾ പറയും രണ്ടും ഒരേ സിലബസ് ആണെന്ന് പറഞ്ഞാലും പഠിക്കേണ്ട മെത്തേഡ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ബോർഡ്സിനാകുമ്പോൾ നമ്മൾ കൂടുതൽ തിയറിക്കല്ലേ, ഇപ്പോഴാണ് പിന്നെ ക്വസ്റ്റ്യൻ ഫിസിക്സിലൊക്കെ അധികം തിയറി അങ്ങനെ കാര്യങ്ങളാണ് വരിക. ഇത് നമ്മൾ പ്രാക്ടീസ്. പിന്നെ പറഞ്ഞാൽ തിയറി എക്സാം എഴുതുന്ന പോലെയല്ല നമ്മൾ MCQ ടൈപ്പ് എക്സാം എഴുതുമ്പോൾ അതിന് പ്രാക്ടീസും ആ സ്പീഡും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ, പ്ലസ് ടുവിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? 98.8. ഓക്കെ, 98.8 അല്ലെങ്കിൽ 99% മാർക്കുള്ള പ്ലസ് ടുവിൽ ഒരു കുട്ടി കഴിഞ്ഞ വർഷം എൻട്രൻസിന് ഒരു റെസിഡൻഷ്യലായി താമസിച്ച് പഠിച്ചിരുന്നു. വാട്ട് എവർ സെയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാവട്ടെ, പക്ഷെ നിങ്ങളെ പഠനമാണ് എന്ത് ഡെഫിഷ്യൻസിയാണ് അന്ന് കിട്ടാണ്ടിരിക്കേണ്ടത് കാരണം? മെയിൻലി എക്സാമിന് കുറെ സില്ലി മിസ്റ്റേക്സ് വന്നു. നമ്മൾ അത്ര ടഫ് ആവണത് ആലോചിച്ചില്ല. അപ്പോൾ ബയോളജി കുറെ മീൻസ് മാത്ത് ഫോളോയിങ് ഒക്കെ മാറിപ്പോയി. അങ്ങനെ ഒരു നോക്കുമ്പോൾ നമുക്കൊരു 550 ആ റേഞ്ചിൽ മാർക്ക് ഉണ്ട്, പക്ഷെ ഒക്കെ നെഗറ്റീവായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് എത്ര മാർക്കിലേക്ക് ലാൻഡ് ചെയ്തിരുന്നത്? 479. ഈ പഠിക്കാൻ ഇപ്പോൾ ഈ വർഷം പഠനം പ്ലസ് ടു കഴിഞ്ഞ് പഠനം തുടങ്ങുന്ന 99% ഒരു കുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് സജഷനാണ് നിങ്ങൾ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ളത്? ഞാൻ പറയാ തിയറി ഇപ്പം ഫസ്റ്റ് ടൈം തുടങ്ങുന്ന ആൾക്ക് തിയറിയിൽ നല്ല ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ തിയറി ആദ്യം നമ്മൾ സെറ്റ് ആക്കണം. എന്നിട്ട് പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും തിയറി സെറ്റ് ആക്കിയിട്ട് പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. തുടക്കം മുതലേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുമോ? തുടക്കം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ തിയറി കറക്റ്റ് ആയാലല്ലേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തിയറി ആദ്യം സെറ്റ് ആക്കിയിട്ട് മീൻസ് തിയറിക്ക് കുറെ ടൈം കൊടുക്കണം എന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ദിവസം ഇത്ര പ്രാക്ടീസ് ആദ്യമൊക്കെ തിയറിക്കും പ്രാക്ടീസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസിന് കൂടുതൽ ടൈം കൊടുക്കണം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ടോപ്പിൽ ചേർന്ന് ഓൺലൈനായി പഠിച്ചു തുടങ്ങുമ്പോൾ ഡെയിലി എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു? ഒരു 300 to 400 ലാസ്റ്റിക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ആണല്ലോ, അപ്പൊ തിയറി ഒക്കെ ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പൊ തിയറി ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് ആ ഒരു ടൈം എനിക്ക് ഫിസിക്സ് ആയിരുന്നു പ്രശ്നം. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഫിസിക്സിന് കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്ര ഹവേഴ്സ് ടോട്ടൽ ഡെയിലി ഇരിക്കും? 12 to 13 എഫക്റ്റീവ് ആയിട്ട്. മോക്ക് എക്സാംസ് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്താറുണ്ട്? എല്ലാവരും എഴുതാറുണ്ട്. ഉള്ളത് എഴുതും. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം അത്ര ടൈം ഉണ്ടാവുള്ളൂ. നമ്മളെ ഷെഡ്യൂൾ നല്ല ടൈറ്റ്. എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ എത്ര ഉണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ? എനിക്ക് അങ്ങനെ നീറ്റിലേക്ക് കുറച്ചുകൂടി നല്ല പ്രിപ്പയർഡ് ആയിരുന്നു അല്ലേ? കുറച്ചുകൂടി മെന്റലി നന്നായി പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ എന്താന്ന് വെച്ചാല് എനിക്ക് കഴിഞ്ഞ എക്സാമിൽ പോയത് ഞാൻ മാക്സിമം കൊടുക്കായിട്ടാണെന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല് ഇന്റെ മാക്സിമം ഞാൻ കൊടുക്കും, എന്നിട്ട് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പൊ എനിക്ക് കുറെ നല്ല ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റി, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫസ്റ്റത്തെ നീറ്റ്. പിന്നെ റീനീറ്റ് വന്നപ്പോൾ കുറച്ചും കൂടെ ടെൻഷൻ ആയിരുന്നു, കാരണം നമുക്ക് ഓൾറെഡി കൈ കിട്ടിയൊരു സാധനം ഇത് പോവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫിസിക്കലി നല്ല മാർക്ക് ഫസ്റ്റ് നീറ്റിനോ 676 ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് എക്സ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള സ്കോർ കുറച്ചൊരു കുറവാന്ന് പറയാം. എന്നാലും സ്റ്റിൽ 600 മേലുള്ള സ്കോറിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുഡ് തന്നെയാണ്. ഏതായാലും ഗവൺമെന്റ് MBBS കേരളത്തിൽ തന്നെ ഉറപ്പാക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്ത് ഫാമിലിയുള്ള ബാക്കിയുള്ള ആരൊക്കെ ഉള്ളത്? അനിയത്തി, നിങ്ങള്? ഞാന്, ഉമ്മ. ഞങ്ങള് ഒരു ചെറിയ ഫാമിലിയാണ്, പക്ഷെ എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര പിന്നെ ആരോടും പ്രോത്സാഹനമാണ്. കിട്ടട്ടെ എന്നുള്ളൊരിതാണ്.
റിസൾട്ട് എങ്ങനെയായാലും നെക്സ്റ്റ് വീക്കോടെ വരും. അതിന്റെ തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു 676 സ്കോറിലേക്കൊക്കെ എത്താൻ പറ്റിയ മാർക്കാണ് ഉണ്ടായിരുന്നത്. റീനീറ്റിന്റെ സമയത്ത് കുറെ ബുദ്ധിമുട്ടായോ എന്താണ്? ഞാൻ ലാസ്റ്റത്തെ ഒരു 1 വീക്ക് പനി പിടിച്ചെടുക്കായിരുന്നു. തലേന്ന് രാത്രി ഡ്രിപ്പ് ഇട്ടിട്ടാണ് എക്സാമിന് പോയത്. എക്സാം നല്ല ബോഡി നല്ല വീക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കുറച്ച് സില്ലി മിസ്റ്റേക്സും വന്നു. ഞാനൊരു 640 ആ റേഞ്ചിൽ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ അങ്ങനെ അതിനുള്ള വർക്കും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ ആ മാർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുന്ന അന്നത്തേക്ക് പനി വരും നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അല്ലെ. എന്നാലും പനിച്ച അത്ര 600+ കിട്ടാൻ കഴിഞ്ഞ് അതുകൊണ്ട് അത് സന്തോഷം. പക്ഷെ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാല് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. സാറ്റിസ്ഫൈഡ് ആണെന്ന്. പക്ഷെ എന്തെങ്കിലും നല്ലത് ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഓക്കെ, കേരളത്തിൽ എവിടെയാണെങ്കിലും നല്ല MBBS പഠിക്കാൻ പറ്റുക ഗവൺമെന്റിൽ തന്നെ ആ ഒരു ഫീസ് ലെവലിൽ പഠിക്കാൻ പറ്റുക. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിരുന്നോ ഈ ഒരു എക്സ്പെൻസിലൊക്കെ ഗവൺമെന്റിൽ MBBS ആയി പഠിക്കാൻ പറ്റുമെന്നുള്ള? ഇല്ലേ, നമ്മൾ കാണുന്നത് പിന്നെ എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ഇപ്പോ അന്ന് ഡോക്ടേഴ്സ് ഉണ്ട് എന്റെ ഒക്കെ ആ ഒരു സമയത്ത്. പക്ഷെ അവരിങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ പറയാ എത്രയോ ലക്ഷങ്ങൾ. അപ്പൊ ഇത് നമ്മളൊരു പിന്നെ കുട്ടിയെ കൂടാത്തൊരു സംഗതിയാണ് എന്നുള്ള നിരക്കാണ് നമ്മള്. പക്ഷെ ഇതിപ്പോ ചെറിയൊരു കുട്ടികൾ പറയുമ്പോൾ പോലെ ഒരു നഴ്സിനെ കാണുമ്പോഴോ ഡോക്ടറെ കാണുമ്പോഴോ ഒരിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ആ ഒരു വയസ്സിൽ ഞാൻ പറയണെന്ന് അത്രേ നമ്മൾ വിചാരിക്കണുള്ളൂ. പിന്നെ ഡോക്ടർ ഇങ്ങനെ പറയുന്നല്ലാതെ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ. പിന്നെ അപ്പൊ എന്താണ് ഉമ്മക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇപ്പൊ നന്നായി ആഗ്രഹമുള്ള പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. മേ ബി എക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ എന്താ ലൈഫ് സ്റ്റേബിൾ ആക്കുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും. അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നതാവും നല്ലത്? പാരന്റ്സിനോട് എന്ത് പറഞ്ഞു കൊടുക്കുമ്പോ? ഞാൻ ഇവിടെ തന്നെ കുറെ ഇന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയ ഒരാളാണ്. കാരണം ഈ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും എന്താണ് ചോദിക്കാനുണ്ട് അത്ര വേണ്ട അങ്ങനെ തോന്നും. പിന്നെ ഇവരൊരു എയിം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളതിനോട് എന്താ പറയാ മിങ്കിളായിട്ട് അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ പാരന്റ്സിനോടും. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും മൈൻഡിലൊക്കെ അതൊക്കെ അതിന്റെ വൈക്കണം നടന്നോളും എന്നുള്ളതില് ഇപ്പൊ കുട്ടിക്ക് അത്രയും പാഷനേറ്റ് ആണ്. കുട്ടി നല്ല പഠിക്കുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും വിടണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം ഓൺലൈൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു വർഷം കോച്ചിങ്ങിന് വേണ്ട ചെലവ് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടായിട്ടുണ്ടാവും? നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ റെസിഡൻഷ്യൽ ആയിട്ട് അതാണ് ഞാൻ ഒന്നാമത് എനിക്ക് വീട്ടിൽ തന്നെ അങ്ങനെ സൗകര്യം ഉണ്ട്. പിന്നെ ഞാൻ ഒരു വട്ടം ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ ഒരു 1.5 ലക്ഷത്തിന്റെ ആ ഒരു അപ്പൊ എനിക്ക് മീൻസ് ഞാൻ പിന്നെ അങ്ങനെ അത്യാവശ്യത്തിന് മാത്രം ചെലവാക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ എന്തിനാ വെറുതെ അത്രയും എക്സ്പെൻസീവ് ആയിട്ട്. ഈ ഒരു വർഷം എത്ര ചെലവ് ഉണ്ടായിട്ടുണ്ട്? പിന്നെ ഈ ട്രാവലും കാര്യങ്ങളൊക്കെ ആകെ എക്സാം എഴുതാൻ പോകുന്ന ബസ്സിന് ചെലവാകും കൂടുതലൊക്കെ വന്നിട്ടുള്ളൂ എങ്ങനെയായാലും. പിന്നെ ഒരു ടാബ് വാങ്ങിച്ച് അത് 40,000 അത് വേറെ ടാബ് ന്യൂ ആവശ്യം ഉണ്ടാവും. ഓക്കെ അത് നിങ്ങൾ MBBS പഠിക്കാൻ പോകുമ്പോൾ ബുക്ക് വായിക്കാനൊക്കെ എന്തായാലും ആവശ്യം ഉണ്ടാവും. നല്ലത് തന്നെ നോക്കി വാങ്ങിച്ചു സാംസങ്ങിന്റെ എല്ലാം. അപ്പൊ അതിനൊരു എക്സ്പെൻസ് വേറെ. ഇത് ഒരു എത്ര നമുക്ക് കോഴ്സ് ഫീ വന്നത്? ഇത് ഇവളെന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോന്ന് പറയുമ്പോ അറിയാം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ കിണറില്ലായിരുന്നു. ഈ മറ്റേ പൈപ്പ് ലൈനാണ് വെള്ളം. അപ്പൊ നമുക്കൊരു കിണറോ എന്തെങ്കിലുമൊക്കെ കുഴിക്കാലോ എന്നുള്ളത്. അല്ലെന്നില്ല നമ്മൾ ഈ ആ 1 ലേക്ക് അവിടെ ഒരു മാസം. അപ്പൊ നീ കോച്ചിങ്ങിന് ചെലവാക്കാവുന്ന കാര്യം കൊണ്ട് കിണറുമായി നിനക്കൊരു MBBS സീറ്റുമായി. അതാണ് സത്യം പറഞ്ഞാൽ അതാണ് ഉണ്ടായത്. ഇനിയും ഇന്നെ കൊണ്ടൊരു ബേർഡൻ ഉണ്ടാവരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാന് ഇന്റെ ചെലവിനായാലും എനിക്ക് തന്നെ കണ്ടെത്തണം എന്നുള്ളൊരു അങ്ങനെ പൈസ പാരന്റ്സിനോട് അങ്ങനെ അധികം ചോദിക്കണം ഇഷ്ടല്ല. അപ്പൊ ആ ഒരു ഇതിലാണ് ആ ഒരു ഇതൊക്കെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് അങ്ങനെയാണ് പഠിച്ചു. പിന്നെ ഞാൻ ആ ട്രാക്കിൽ കയറിയപ്പോ ഓക്കെ ആയി ഇങ്ങനെ ഇത് സെറ്റ് ആവും എന്നുള്ളത്. ടെൻഷൻ എത്രത്തോളം കണ്ടിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ? ഞാൻ ടെൻഷൻ അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല. ഞാൻ പിന്നെ കിടന്നുറങ്ങുമ്പോ മാത്രം അങ്ങനെ ഉമ്മനെ കാണുന്നല്ലാതെ ഞാൻ എന്റെ റൂമില് അങ്ങനെ. അവിടെ ഒരു ഹോസ്റ്റൽ സെറ്റപ്പിൽ തന്നെയാണ് അവളെ റൂം ഓള് മാത്രം. രാവിലെ നമ്മള് ഇതൊക്കെ സൈൻ ചെയ്ത ചീത്തൊന്നും പറയില്ലെങ്കിലും ചിലപ്പോ നല്ല ഡൗൺ ആണെങ്കിൽ ഞാൻ നല്ല സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ ചിലപ്പോ സാറിങ്ങനെ പറയല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് അപ്പൊ ടെൻഷൻ ചെയ്യാറ് നമുക്ക്. ചിലപ്പോ അത്രയും നേരം യൂട്യൂബ് കണ്ടിരിക്കാറ്. പക്ഷെ ഞാൻ ആ ടൈം എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ അത്ര എന്നെ സ്ട്രെസ് ചെയ്യലില്ല. കാരണം അങ്ങനെ ആകുമ്പോ പിന്നെ എനിക്ക് തീരെ കഴിയാത്ത പോലെ എനിക്ക് തോന്നും. വീട്ടിലിരുന്ന് പഠിക്കുന്നവരോട് ഒരു 3 ഉപദേശം കൊടുക്കാൻ പറയുകയാണെങ്കിൽ എന്ത് പറയും? വീട്ടിലിരുന്ന് പഠിക്കുമ്പോ എന്ന് പറഞ്ഞാല് സെൽഫ് ഡിസിപ്ലിൻഡ് ആവണം. പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാതും. ഇപ്പം നമ്മള് റെസിഡൻഷ്യൽ ആകുമ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ നിന്നെടുത്താൽ മതി. ഇത് സിസ്റ്റം ഉണ്ടാക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യണമൊക്കെ നമ്മളാണ്. അപ്പൊ അതിന് കഴിയുന്നുണ്ടെങ്കിൽ ഇതിനിറങ്ങുക.
അപ്പൊ കുറച്ചൊരു എന്താ പറയാ സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനം അത് ഫോളോ ചെയ്യാനും പറ്റണം എന്നല്ലേ. അതാണ്. പിന്നെന്ത് പറയും, വീട്ടിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ഓൺലൈനായിട്ട് ചേർന്നിട്ട് ഇപ്പം എന്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ഒരു എന്താ പറയാ, ഞാന് പിന്നെ ആകെയുള്ള ചെറിയ കുട്ടി ഇവളാണ്. ഓളെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് നോക്ക് ബുദ്ധിമുട്ടല്ലാതെ ഓളെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനാണ് വീട്ടിൽ ഇങ്ങനെ എല്ലാരും പോയി ഇങ്ങനെ മറ്റേതുണ്ടാവില്ല ഇങ്ങനെ ഇടങ്ങേറാക്കണാണ് ഞാനാണ്. ഈ പഠിച്ച് തലക്ക് പിടിക്കുമ്പോ ഇവളെ മേലാണോ തീർക്കുക, എവിടെ ആളോടാ? ഞാന് ഇമ്മനായാലും ആർക്കും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് പറ്റൂല. ഓരപ്പുറത്തുനിന്ന് ഇങ്ങനെ ചിരിക്കണോ കേട്ടാ എനിക്ക് പറ്റൂല. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കല്ലേ, അപ്പൊ ഞാൻ അവരോട് ഉണ്ടാക്കണ കുറെ സംഭവം. ഇവിടെ ഹോസ്റ്റലിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളെ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഭയങ്കര സൗണ്ട്, എന്തൊരു ഞങ്ങൾ സംസാരിക്കണം അങ്ങനത്തെ ഒരു വീടാണ് സൈലന്റ് ആയി ഒരു വർഷല്ലേ. അതായത് നമുക്ക് ഇത് നെഗടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവലുണ്ടാവും അപ്പുറത്ത് പെരും സൗണ്ട്. അപ്പൊ എനിക്ക് നല്ല മീൻസ് ഓൾറെഡി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, അങ്ങനെ ചിലപ്പോഴൊക്കെ നല്ല സ്റ്റക്കായി നിൽക്കും. പക്ഷെ നമ്മള് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ആഷിഖ് സാറിന്റെ മോർണിംഗ് മീറ്റിംഗ് എന്നും ഉണ്ടാവല്ലോ. അങ്ങനെ അതിൽ പറഞ്ഞോ വേറെ ഡിസ്ട്രാക്ഷൻസ് കാരണം ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ അങ്ങനെ എന്റെ ഒരു പുഷ് തന്നെ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തത്. പക്ഷെ എന്റെ ഒരു പുഷ് തന്നെ സാർ തന്നെ ഇരുന്നു സ്റ്റാർട്ടിങ്ങിൽ. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു പുഷ് തന്നെയാണ് സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണേ. അതിന് നല്ല ഗ്രേറ്റ്ഫുൾ ആണ്. സാറൊന്നും ഉണ്ടായി സാറിനോട് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചൊന്ന് സാർ ആഷിഖ് സാർ ഇവിടെ ഉണ്ട്. ആഷിഖ് സാർ വിളിച്ചിട്ട് ഏൽപ്പിച്ച നാളെ നീറ്റ് കോൺ ഇവന്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് പ്രോഗ്രാം പ്ലാനിങ്, സ്റ്റുഡൻസിനെ സംസാരിക്കുന്ന ചാർട്ടിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ സാറിന്റെ ഇതാണ്. അവിടുന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആഷിഖ് സാർ അറിയുന്നില്ലല്ലോ, ഏതോ ഒരു സാറ് അയാൾ പറയേണ്ട പോലെ ഇങ്ങനെ പോയാൽ മതി. അങ്ങനത്തെ ഒരു ടോക്കാണ് പൊതുവെ ഡോപ്പിനെ കുറിച്ച് അങ്ങനെ പുറത്തുള്ളത്. ഡെയിലി കിട്ടും. ഡെയിലി ഇൻസ്ട്രക്ഷൻസ് ആരുണ്ടാവും, അത് കേട്ട് അങ്ങനെ പോയാൽ മതി. അതിൽ ചിലപ്പോൾ വിഷമം വരും, പ്രയാസം വരും എന്ന് പറയും. അതിപ്പോ അപ്പം തന്നെ വരും. പിന്നെ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മൾ ഒരു വർഷം കൊണ്ട് അറ്റൈൻ ചെയ്ത ഒരു മെച്യൂരിറ്റി സാറിന്റെ മീറ്റിംഗിൽ ഇപ്പൊ ഫസ്റ്റ് ചാൻസിൽ പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും സാറിന്റെ മോർണിംഗ് മീറ്റിംഗ് പക്ക ഫോളോ ചെയ്താൽ നമുക്ക് പറ്റും. കാരണം ഞാൻ ഒരു വർഷം കൊണ്ട് അറ്റൈൻ ചെയ്ത ആ മെച്യൂരിറ്റിയാണ് സാർ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഫസ്റ്റ് ടൈം പറഞ്ഞിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞതിൽ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുള്ള? ഇപ്പോ നമ്മളെങ്ങനെ പഠിക്കേണ്ടത്, ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഇതായപ്പോ ഇത്ര ഇപ്പം സാർ ഇങ്ങനെ പറയും, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ദിവസം ചെയ്യണം, ഇപ്പൊ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. പിന്നെ ഇമ്പ്രൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 1% ഇമ്പ്രൂവ്മെന്റ്. നമ്മൾ ആ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ചിലപ്പോ. അപ്പോ അത് നമ്മൾ ഭയങ്കര നിരാശ അങ്ങനെ പിന്നെ നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ എന്താ പറയാ, ഓൾറൗണ്ട് ഒരു മെന്റൽ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്ന സാർ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ ഇമ്മനോടായാലും ഇന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്ത ആളാ. കാരണം ഓരോട് പറഞ്ഞിട്ട് എന്താ, നമ്മൾ തന്നെയല്ല നമ്മള് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിന് ചിന്തിക്കുന്നല്ലാതെ ആരോടും അങ്ങനെ തുറന്നു പറയുന്ന ഒരു പേഴ്സൺ അല്ല. അധികം വിഷമൊന്നും വീട്ടിൽ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. വാതിലടച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? എത്ര വട്ടോ ഞാനിങ്ങനെ പറയും, എന്തിത്ര ഞാൻ ഇതിങ്ങനെ പേരൻസിന്റെ ഗ്രൂപ്പിൽ ഇത് വരുമ്പോഴേ കൊറേ താഴെ പോയല്ലോ. 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ താഴെ പോകുമ്പോ ഞാൻ ഇങ്ങനെ പറയും, ചിലപ്പോ കുറച്ച് ഡൗൺ ആയി. ചീത്തല്ല, പഠിക്കാനാണോ ചോദിക്കും, കാണുന്നില്ലല്ലോ അല്ലേ? ഇല്ല. എന്താ പിന്നെ ഞാൻ രാവിലെ പോവല്ലേ, അപ്പൊ ഇവള് പിന്നെ ഇനി ഇത് ക്ലാസ് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കും, ക്ലാസ് കാണുന്നല്ലേ, അറ്റൻഡ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ എക്സാംസ് പിന്നെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാറില്ല. എന്ത് വന്നാലും എക്സാം രാത്രിയാണെങ്കിലും പിന്നെ ആപ്പിൽ ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും, അങ്ങോട്ട് വിടൂല. പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഇടയ്ക്ക് ചീത്ത അറിയാറുണ്ട്. അത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് ഓൺലൈൻ പഠിക്കുന്നവർക്ക് 3 ഉപദേശം കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയ ഇവിടെ പറയുന്നതാണ്, അത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു സോഷ്യൽ മീഡിയന്റെ കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് അത് പറയാവുന്നതാ. എനിക്ക് കഴിയൂലായിരുന്നു. മീൻസ് ചിലപ്പോ ഞാൻ നല്ല ഡൗൺ ആകുമ്പോ ഞാൻ കാണലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ഇപ്പൊ സാറിന്റെ ഒക്കെ ടോക്ക് ആയാലും അപ്പൊ നമുക്ക് ഇങ്ങനെ ടെൻഷൻ ആവും. നമ്മള് അത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാം നമ്മള്. അപ്പൊ നമുക്ക് ഇത് പാടില്ല എന്നുള്ളൊരു ഇത് ഉണ്ടാവും. ചില ടൈമിൽ നമുക്ക് നെഗറ്റീവായിട്ട് കാരണം എന്തപ്പോ ചെയ്യാ, ഇപ്പൊ ഇന്നെ കൊണ്ട് ഇത് കഴിയണില്ലല്ലോ എന്നുള്ളൊരു അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഇതാണത്. സോഷ്യൽ മീഡിയ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയാ? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായാൽ മതി എന്നാണ് എന്റെ ഒരു ഇതിൽ ഞാൻ പറയാം. കാരണം ഇപ്പൊ ഒരു
അരമണിക്കൂറോ ചില ദിവസം എന്റെ കേസിൽ പറഞ്ഞാല് ദിവസത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ചില ദിവസം ഞാൻ നല്ല ഡൗൺ ആയിരിക്കും, അപ്പം പഠിക്കുമ്പോ എവിടെ എത്താത്ത പോലെ തോന്നും, പുഷ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഡൗൺ ആയി തന്നെ പോകും. അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ, പിന്നെ ഞാൻ അങ്ങനെ പുറത്തു പോകുന്ന ആളൊന്നല്ല, പിന്നെ പോവാണെങ്കിൽ ഫാമിലിന്റെ കൂടെ അങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പൊ ഞാൻ അധികം സോഷ്യൽ മീഡിയ. അപ്പൊ നിങ്ങളുടെ ഒരു മിനിമം ലിഷർ ടൈം സ്പെൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയ ആണെന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്നാലും അതിലേക്ക് അഡിക്റ്റഡ് അല്ലാണ്ട് നോക്കിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആവരുത്, മീൻസ് നമുക്കൊരു കൺട്രോൾ വേണം. അങ്ങനെ ചിലവർക്കൊന്നും അത് പോസിബിൾ ആവില്ല. ഇന്റെ കേസാണ് ഞാൻ പറയണത്. അങ്ങനെ എത്ര നേരം യൂസ് ചെയ്യായിരുന്നു? ഞാന് മാക്സിമം ഒരു 1 hour അങ്ങനെയൊക്കെ ഒരു ദിവസത്തിൽ. പക്ഷെ നമ്മള് എല്ലാ ദിവസവും യൂസ് ചെയ്യൂല. അങ്ങനെ ഇപ്പൊ ഞാന് ലാസ്റ്റൊക്കെ ആയപ്പോ ഫുൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു റിവിഷന്റെ ടൈമൊക്കെ. പിന്നെ ഞാനിങ്ങനെ ടൈം കുറച്ച് കൊണ്ടുവന്നതാ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്ത് കാര്യമായാലും പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു ചേഞ്ചിങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഞാന് ഇന്റെ ഒരു മോഡല് നോക്കിയിട്ട് നമ്മളെപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. ലോക്ക് ഇട്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാം എന്റെ ഫോണിലാക്കി. അപ്പൊ ഞാൻ വരുമ്പോഴല്ലേ പറ്റും. ഇതൊക്കെ ചെയ്തത് ഉള്ളത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം പിന്നെ ബോസ് നിങ്ങൾ തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വേറെ ആൾ വന്ന് ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല. ചെറുപ്പം മുതലേ കുറച്ചുകൂടിയും താഴെയുള്ള ആളെ നോക്കുന്നതുകൊണ്ട് അത്യാവശ്യം മെച്യൂരിറ്റി ഉണ്ട്. പിന്നെ വീട്ടിലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നോ? അങ്ങനെ ഈ ഒരു വർഷം മേ ബി ഉമ്മക്ക് പല സമയത്ത് ചിലപ്പോൾ പനി വരാം, ബുദ്ധിമുട്ടുണ്ടാവാം. വന്നിട്ടില്ല. ഈ സമയത്ത് ഏതായാലും അങ്ങനൊന്നും വന്നിട്ടില്ല. പിന്നെ ഉമ്മ എന്നെ കുറെ സഫർ ചെയ്യും, മീൻസ് വീട്ടിലത്തെ പണികളൊക്കെ ഉമ്മ എന്നെ ചെയ്യാ. പിന്നെ എന്നെ കൊണ്ട് ഇതൊരു ഒരു പണിക്ക് കൂടി കൊടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ കൂടാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ പിന്നെ രാവിലെ മറ്റോർക്ക് പോകാനാകുമ്പോഴത്തേനും ഫുഡും എനിക്കും പോകണല്ലോ. അതുകൊണ്ട് പിന്നെ ആഴ്ചയിൽ 2 ദിവസം ലീവ് ഉണ്ട്. പിന്നെ അങ്ങനെ ഇതില്ല. എനിക്ക് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അതങ്ങനെ പോട്ടെ. പിന്നെ ഹോസ്റ്റലിന്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കൽ എൻ്റെ ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഹോസ്റ്റൽ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് ഹോസ്റ്റലിലേറെ സുഖമായിട്ടാണ് വീട്ടിലുന്നത്. ലോണ്ടറി ഒക്കെ ലോണ്ടറി മാനേജ് ചെയ്യാൻ, ഫുഡ് കുക്ക് ചെയ്യാൻ ആളുകളുണ്ട്, റൂം സ്വന്തമായിട്ടുണ്ട്, സ്വന്തമായി വാർഡൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ റിവിഷന്റെ ടൈമിൽ ഹോസ്റ്റലിൽ വരാൻ തോന്നാഞ്ഞത്. അന്ന് വിളിച്ചിരുന്നായിരുന്നു, കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ മാം ഒക്കെ കുറെ പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിതാണ് കംഫർട്ട്. അങ്ങനെ അപ്പൊ പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോവാതെന്നാ എന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതും കൂടി അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ പറ്റ കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവണ്ട, സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നുള്ളത് അല്ലേ. പിന്നെ ലാസ്റ്റിലേക്കുള്ള ഒരു പനിയാണ് കുറച്ച് ബാധിച്ചത്. പിന്നെ പക്ഷേ ആയിഷ പറയാറുണ്ടായിരുന്നു, എപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന ആളാണ്. എപ്പോഴും കയ്യിൽ മൊബൈൽ ഉണ്ടാവുമോ? മൊബൈല് ലാസ്റ്റ് ടൈം ഒക്കെ ഇങ്ങനെ അൽമാരി വെച്ച് പൂട്ടണൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റത് കണക്ട് ചെയ്തിട്ടല്ലേ. ചാവി ആരെ കൈ കൊടുക്കും? അത് എനിക്ക് പിന്നെ പെട്ടെന്ന് കയ്യെത്തിനോടത്തല്ലോ. അപ്പൊ അങ്ങനെ അതിന് ഒരു 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ബ്രേക്ക് എടുക്കും. അപ്പൊ ബ്രേക്ക് എടുക്കുമ്പോ വാട്സപ്പിൽ എന്തെങ്കിലും വന്നോ നോക്കും. അപ്പൊ അങ്ങനെ അല്ല ഞാൻ എന്തെങ്കിലും പെട്ടെന്നൊക്കെ ചിലപ്പോ എക്സാം ഒക്കെ വരും. ലാസ്റ്റൊക്കെ ആയപ്പോ സർപ്രൈസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് അധിക ടൈം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു നോക്കും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ. ഗ്രൂപ്പ് മാത്രം നോക്കിയിട്ട് പിന്നെ എടുത്തു നോക്കും. ഓക്കെ, ഓൺലൈൻ ആയിട്ട് ഇനി പഠനം മാനേജ് ചെയ്യാൻ ഈ വർഷം കുറച്ച് കുട്ടികൾ ട്രൈ ചെയ്യാന്ന് വിചാരിക്കാം. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? ഇതേമാതിരി ഒന്ന് മാനേജ് ചെയ്യേണ്ട ട്രിക്സ്. മേ ബി സ്വന്തമായിട്ടുള്ള ഒരു റൂം അറ്റ്മോസ്ഫിയർ വേണം. നമ്മൾ നോക്കുന്ന സ്റ്റഡി ടേബിളൊക്കെ എല്ലാവരോടും ഫോട്ടോ ഒക്കെ എടുത്ത് അയപ്പിച്ചിട്ടായിരുന്നു. കാരണം എല്ലാവരും സ്റ്റഡീൻ്റെ സീരിയസ്നെസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ റിസർവ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പറ്റി യൂസ് ചെയ്യേണ്ട നല്ല കൺട്രോൾ വേണം. എല്ലാതും നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യ പോലത്തെ പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ സ്റ്റഡി അവേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റണം. ആ ഒരു 10 hours ഒക്കെ പ്ലസ് അങ്ങനെ നമുക്കിപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും കൂട്ടി പഠിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ നീക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പക്ക മാനേജ് ചെയ്തു. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കണ പോലെ അല്ലല്ലോ വീട്ടിലാകുമ്പോൾ. നൈബേഴ്സോ കാര്യങ്ങളൊക്കെ ഓർക്ക് ഇപ്പൊ ഇതിന്റെ സീരിയസ്നെസ് അറിയണം എന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിനാണ് ഇപ്പൊ കുറെ എനിക്ക് തോന്നുന്നു ഈ റീനീറ്റ് വന്നപ്പോഴാണ് അധികം ആൾക്കാർ നീറ്റിനെ പറ്റി അറിയണത്. ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇത് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്നൊക്കെ. അപ്പോ അങ്ങനെ നമ്മളെന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവും എപ്പോഴും സജസ്റ്റ് ചെയ്യാം. സ്പെസിഫിക്കലി വേറെ എന്തൊക്കെയാ ഇപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഇപ്പം നമുക്ക് ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഇപ്പൊ ഈ വർഷം റെസിഡൻഷ്യൽ താമസിച്ച് എന്തായാലും കുറച്ച് നമ്പർ ഓഫ് കുട്ടികൾ ഒന്ന് പാർഷ്യൽ ഡ്രോപ്പോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ തന്നെ പഠിക്കാൻ നല്ല താല്പര്യം കുട്ടികളുണ്ടാവും. ഒരു ഗുഡ് നമ്പർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ റൂം എന്ന് പറഞ്ഞു. എന്നാലും ഒരു ഫൈനൽ ഉപദേശം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്ത് പറയും? ഫൈനൽ ഉപദേശം എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്ത സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
ആഷിഖ് സാറിന്റെ മോർണിംഗ് മീറ്റിംഗ് മിസ് ചെയ്യാതിരിക്കുക, പിന്നെ സാറിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക, പിന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യണത് ഇപ്പം നമുക്കിങ്ങനെ സെൽഫ് ഡൗട്ട് തോന്നും, ഇത് മതിയോ എന്നിങ്ങനെ തോന്നും, ഇപ്പോൾ കോഡ് ബ്ലൂ ഒക്കെ. പക്ഷേ നമ്മൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടാണ് വിശ്വസിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ കോഡ് ബ്ലൂ പക്കയാണ്, NCERT പക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മെറ്റീരിയൽസിനെ പ്രിഫർ ചെയ്യാന്നല്ലാതെ കുറേ അതും ഇതും വാരി വലിച്ച് പഠിക്കാതെ ഒരു പക്ക ഒരു എന്താ പറയുക ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് ഇങ്ങനെ പോവാം. ഷെഡ്യൂളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തരും, അത് നമ്മൾ പക്ക ഫോളോ ചെയ്ത് പോവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. എക്സാംസ് ഒക്കെ എഴുതുന്നതിൽ എന്താ പറയുക, എക്സാംസ് ഒന്നും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം. ചിലപ്പം എനിക്കൊക്കെ ഫിസിക്സിന് ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ന്യൂട്ടോണിയൻ ഫിസിക്സിനൊക്കെ 10 ദിവസത്തിനൊക്കെ 30 ദിവസത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര ഡൗൺ ആവും. കാരണം അത്ര എനിക്ക് കാൽക്കുലേഷൻ ഒക്കെ ലാസ്റ്റൊക്കെ നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ട് പിന്നെ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മൾ അതൊരു വാശിയായിട്ട് കണ്ടിട്ട് അടുത്ത എക്സാം അതിലേറെ ബെറ്റർ ആക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഡ്രാസ്റ്റിക് ആയിട്ട് ജമ്പിന് ട്രൈ ചെയ്യരുത്, സ്ലോലി തന്നെ വർക്ക് ചെയ്ത് കൊണ്ടുവരിക. ഇതൊരു എവല്യൂഷൻ ടൈപ്പാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ അന്ന് ഫസ്റ്റത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവണം എന്നില്ല. കുറെ ലോങ് ട്രാക്ക് ആണ്. 2-3 months കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത് കാണും. അല്ലാണ്ട് ലോക്കലി നോക്കുന്ന സമയത്ത് പല സമയത്ത് നമ്മൾ ഡിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ടായിരിക്കുക. അപ്പൊ അത് മാനേജ് ചെയ്തുകൊണ്ട് നോക്കരുത്. ഒരു ലോങ് റണ്ണിൽ ഈ ഡിപ്പ് കുറച്ചൊന്ന് ഗ്രോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ആ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെയും. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇന്റർവ്യൂ നിഹാലിന്റെ മാത്രമല്ല ബാക്കി കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിഹാലിന്റെ കാര്യം അല്ലെങ്കിൽ 2 ഇന്റർവ്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അല്ലേ? അല്ല, എനിക്കതിൽ തോന്നിയ കാര്യം എന്താ വെച്ചാല് നിഹാലൊക്കെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വീട്ടിൽ ആരെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാം എഴുതി എടുക്കാന്നുള്ളത്. 8:45 ഞാൻ 8:45 പിന്നെ ആ റൂമത്തെ പണികളൊക്കെ കാരണം അപ്പോഴാണ് മോർണിംഗ് മീറ്റിംഗ് തുടങ്ങുക. അപ്പൊ എനിക്കും കൂടി കേൾക്കാം. ഞാൻ ഏതായാലും സ്കൂൾക്ക് പോവില്ലേ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ആഷിഖ് സാറിനോട് ഭയങ്കര അങ്ങനെ ആഷിഖ് സാർ പിന്നെ ഒരു ദിവസം ഇല്ല ഞാൻ അങ്ങനെ ചോദിക്കാൻ തുടങ്ങും. മോർണിംഗ് മീറ്റിംഗ് ഉണ്ടായിട്ടില്ലേ? കാരണം നമുക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ആ മോർണിംഗ് ഞാൻ കുട്ടികളോട് വരെ പോയി ഇങ്ങനെ പറയണം ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ ഒരു സ്റ്റുഡന്റിന് വേണ്ട കാര്യങ്ങൾ മാത്രമല്ലല്ലോ സാറ് പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികളോടും തന്നെ ഞാൻ പറയാറുണ്ട്, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് കുട്ടികളെല്ലാം ഇപ്പൊ പഠിപ്പിക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയും, എന്റെ മോള് ഇങ്ങനെയായിരുന്നു, ഈ സമയത്ത് ഒരു ഗോൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അതാണ് നമ്മളെ പാസ്റ്റ്, അതാണല്ലോ ഏതായാലും ഉഷാറായിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. പിന്നെ ഉപ്പന്റെ കാര്യം പറഞ്ഞില്ല. ഉപ്പ നാട്ടിൽ തന്നെയാണ്, ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം അബ്രോഡ് ആയിരുന്നു, ഇപ്പം കുറെ ആയിട്ട് നാട്ടിൽ തന്നെയാണ്. അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്? സ്വന്തമായിട്ട് ഓട്ടോ ആണ് മെയിൻ ആയിട്ട്. പിന്നെ പാലിയേറ്റീവിന്റെ വണ്ടിയിൽ അങ്ങനെയൊക്കെ പോകും. ഓക്കെ. ഈ പഠിക്കുന്നതിന്റെ മാർക്കോ കാര്യങ്ങളൊക്കെ ഉപ്പ ചോദിക്കാറ് ഇടപെടുന്നുണ്ടോ? ഉപ്പ അങ്ങനെ ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ നീ പഠിച്ച ബാക്കിയാ നോക്കാറുണ്ടോ? അല്ല, പഠനം മകൾ പിന്നെ ഇങ്ങനെയൊക്കെ പുറത്തു ആരെങ്കിലും ചോദിക്കുമ്പോ ഭയങ്കര ഇതായിട്ട് പറയുന്നല്ലാതെ വീട്ടിൽ അങ്ങനെ സപ്പോർട്ട്. അതിന് ഒന്നാമത് എന്താ വെച്ചാല് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഇപ്പൊ വളർന്ന സാഹചര്യം അങ്ങനെയാണ്, ഇപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പണിക്ക് പോവുക എന്നുള്ളൊരു മെന്റാലിറ്റി, കുറെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു തോട്ട് ഇരുന്നല്ലോ കുറച്ച് മുമ്പ്. അപ്പോ അങ്ങനെ ആളുകൾ കണ്ടോണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ്. കാരണം ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇല്ല. ഒരു പർട്ടിക്കുലർ വർക്കിന് മുകളിലേക്ക് ചെയ്യണം. മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ വർക്ക് പലർക്കും ഇൻസ്പയറിംഗ് ആവുക തന്നെയാണ്. ഇനിയിപ്പോ ഞാനൊന്ന് സക്സസ്ഫുൾ ആയാലേ ഇപ്പൊക്കും അതൊരു മോഡലായി. ഇനിയിപ്പോ ബാക്കിയുള്ളവരെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ട്. അല്ല, ഞാൻ ഓരോരോ പെർസ്പെക്റ്റീവിലല്ലേ നോക്കുള്ളൂ. ഓരോ ലൈഫ് എങ്ങനെയാണ്, ഇങ്ങനെ മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായതാ നമ്മളെ പ്രശ്നമല്ലല്ലോ. നമ്മൾക്ക് എങ്ങനെയാണോ സക്സസ്ഫുൾ ആവാൻ പറ്റുക അങ്ങനെ ആവാൻ നോക്കുക. ഗേൾ ഓർ ബോയ് ആരായാലും. എനിക്ക് തോന്നുന്നു എനിക്ക് ഓൺലൈൻ ബാച്ചിലെ കുട്ടികളുടെ മെന്ററൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഒരുപാട് നന്നായി കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലേ. സൈക്കോളജിന്റെ ഒരു സൈഡ് സബ്ജക്ട് പോലെ ഇരുന്ന് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ CUT ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ CUT സൈക്കോളജി ചെയ്യാം. ആണോ? എനിക്കിഷ്ടമാണ്, ആ ഒരു ഫീൽഡ് ഇഷ്ടമാണ്. ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റലിൽ ഇരുന്നല്ലോ, അപ്പോ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാനാ പറ്റും പറഞ്ഞാണ് നമുക്കൊരു മെന്ററാക്കി മാറ്റാന്നുള്ളതാണ്. എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ അവിടെ വരണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ആഷിഖ് സാറ് മറ്റേ നീറ്റ്കോണ്ട ഇവന്റിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കി അവിടെ അനിയത്തി